അമ്മയോട് ചോദിച്ചിട്ട് ഒരു കുഞ്ഞ് തീയൽ ഉണ്ടാക്കാൻ പോകാം. അപ്പം അതിനുവേണ്ടി പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നമ്മുടെ വീഡിയോ അവസാനം വരെ കാരണം അതിനകത്ത് എന്തൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഇതാണ് മുരിങ്ങയ്ക്ക, ഉള്ളി, കിഴങ്ങ്, പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പടവലങ്ങ. പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടി. ഒരു മുറി തേങ്ങ. പിന്നെ 2 തക്കാളി ഇവിടെ മാറ്റി. ചട്ടി ഇവിടെ ചൂടാക്കാൻ തേങ്ങ വറക്കാൻ ചീനച്ചട്ടി വെച്ചു. തേങ്ങ ഉടഞ്ഞിടുക. ചൂട് ചട്ടിയിലോട്ട് അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ എടുത്താൽ ചൂട് ചട്ടിയിലാണ് തേങ്ങയാണ് വറുത്ത് വേണം. വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. ഞാൻ പിടിച്ച് ഇളക്കാം. അങ്ങനെ ചട്ടി ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് ചൂടാത്തേക്ക് തേങ്ങ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. തേങ്ങ മൂത്ത് വരുമ്പോൾ എന്തൊക്കെ ഇടുന്നതെന്ന് അറിയാമോ? മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇടണം, മഞ്ഞപ്പൊടി ഇടണം. മൂത്ത് വരുമ്പോൾ പെരുംജീരകം ഇടണം, ഗരം മസാല ഇടണം, ഗരം മസാലപ്പൊടി ഇടണം. ഇളക്കി കൊടുക്കും. മിക്സിയിലിട്ടിട്ടൊന്ന് നല്ലോണം അരച്ച് 2-3 ദിവസം എന്താ ഞങ്ങൾ വീഡിയോ ഇടാൻ അറിയാം. ഞങ്ങൾക്ക് ഒത്തിരി തിരക്കായിരുന്നു. ഇവിടുത്തെ അമ്മയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യമാണ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ ഇടത്തെ കണ്ണിൻ്റെ അവിടെ ഭയങ്കര ചുമന്നിരിക്കുന്നതുണ്ടോ? കാണിച്ചു തരാം. കണ്ടോ? അവിടെ ചീപ്പ് കൊണ്ടേ, അതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പം തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് ബ്രൗൺ ഷേപ്പ് ആകുന്നുണ്ട് ചെറുതായിട്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഞാൻ ഒത്തിരി ഇളക്കി എല്ലാം താഴെ പോകുമെന്ന് വിചാരിച്ചിട്ട് അമ്മൂമ്മയാണ് ഇളക്കുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ ഷേപ്പ് ആവുന്നതാണ്. ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇളക്കാൻ താഴെ പോകും. തേങ്ങയ്ക്ക് ക്ഷാമം നമുക്ക് വിലക്ക് മേടിക്കുന്നേ. നേരത്തെ കരിവേപ്പിലയ്ക്കാണ്, രൂപ തേങ്ങയ്ക്ക് ക്ഷാമാവും. അപ്പൊ നമുക്ക് കരിവേപ്പില എടുക്കാം ഫ്രിഡ്ജിൽ നിന്ന് ഗൈസ്. അതിന് ഫ്രിഡ്ജ് തുറന്നു നമുക്ക് കരിവേപ്പില എവിടാ? ഞാൻ കണ്ടില്ല ഗൈസ്. നമുക്ക് ഇതൊന്ന് തുറന്നു കൊടുക്കാം. അതുകൊണ്ടേ ഇപ്പൊ കരിയാമ്മയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല. അതുകൊണ്ടോ അപ്പൊ തേങ്ങയ്ക്കാണ് കൂട്ടാൻ ഏറ്റവും കൂടുതൽ ക്ഷാമം. ഞങ്ങളുടെ തേങ്ങ എന്തോ നമ്മൾ ചെയ്യുമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്താണ്ട് അതിലോട്ട് കരിയാപ്പാല ഇട്ട് കൊടുക്കുന്നുണ്ടോ? നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഞങ്ങളുടെ വീഡിയോ ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ. ഒരു വട്ടം സ്ക്രീനിലൊന്ന് ഞെക്കിയാൽ പോരെ, അന്നേരം ഈ ലൈക്ക് അങ്ങോട്ട് വരത്തില്ലേ? എന്താ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത, ഷെയർ ചെയ്യാത്ത, കമൻറ്റ് ചെയ്യാത്ത, സബ്സ്ക്രൈബ് ചെയ്യാത്ത, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എൻ്റെ അമ്മൂമ്മയെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് മൂത്ത് വന്നത്തേക്ക് വേണ്ടി എന്നാലും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട്
ഞങ്ങളുടെ വീട്ടിലെ ടിവിയുടെ സൗണ്ട് ഭയങ്കര സൗണ്ട് മഴയായതുകൊണ്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ വീണ്ടും ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കറിയാലോ എനിക്ക് കടുവിടുന്നത് ഭയങ്കര പേടിയാണ്. സ്നേഹത്തിൽ തെറിച്ച് വീഴല്ലോ എന്നുള്ളൊരു പേടിയാണ്. സ്നേഹത്തിൽ തെറിച്ച് വീണാൽ എനിക്ക് എന്തോ പേടി തോന്നും. പിന്നെ ഞാൻ കടുവിൻ്റെ അടുത്തോട്ട് പോലും പോകത്തില്ല. കൈ വീഡിയോ എന്ത് ഇടണമെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് വീഡിയോ ഇടുന്ന എങ്ങനെ അമ്മമ്മയുടെ തിരക്കല്ലേ എന്ന് വിചാരിച്ച് വീഡിയോ എങ്ങനെ ഇടുമെന്നുള്ള പ്രത്യേകതയായിരുന്നു ഞങ്ങൾക്ക്. തേങ്ങ ഒന്ന് മൂത്തൊക്കെ ഒന്ന് വന്ന് വരുവാണ്. തേങ്ങ നല്ലോണം ഇറക്കിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും കലപിലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലല്ലേ നിങ്ങൾ ലൈക്ക് അടിക്കത്തുള്ളൂ. അതിന് വേണ്ടിയാ തൊണ്ട പൊട്ടി മനസ്സിൽ നിൽക്കുന്ന കാര്യം പറയുന്നത്. വെള്ളം കുടിക്കാൻ തുഴഞ്ഞിട്ട് വലിയ മനുഷ്യൻ നിങ്ങൾ പറയാ. മഴയാണ് ഇവിടെ. വെള്ളമൊക്കെ കുറച്ച് കുടിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോണം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല രീതി വന്നിട്ടുണ്ട്. ഇത്ര നേരം എൻ്റെ ആയിട്ട് ഇളക്കുന്ന എൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ കൈയെല്ലാം കഴിച്ചേനെ. ഞാൻ വലിയ കുട്ടിയൊന്നും അല്ലല്ലോ. എൻ്റെ അമ്മയാട്ടോ ഇങ്ങനിട്ട് ഇളക്കുന്നത്. നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണണം. അംബിക കുക്കിംഗ് വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞങ്ങളുടെ അംബിക സി എന്ന് പറയുന്ന ഇൻസ്റ്റ നിങ്ങൾ നോക്കണം. ഫേസ്ബുക്ക് അംബിക സി എന്നും പറഞ്ഞൊന്ന് നോക്കണം കേട്ടോ. കണ്ടോ നല്ല നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുന്നു. 2 സ്പൂൺ മുളക് പൊടി. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ചെറിയ സ്പൂൺ മല്ലിപ്പൊടി. നമ്മുടെ മസാല എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് അതോ ഇട്ടു പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല. മറ്റുള്ള ഇതല്ല. കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ കുറവാണ്. ഞങ്ങൾ ഇവിടുന്ന് പൊടിപ്പിക്കുന്നതൊക്കെ ഗോതമ്പൊക്കെ വാങ്ങി പൊടിപ്പിക്കുന്നത് കണ്ട. അതിൻ്റെ കളർ കാണുന്നുണ്ട്. ഒരു ബ്രൗൺ ഷേപ്പാണ് ഇപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് വന്നാൽ. പിന്നെ ചൂട് മാറി കഴിയുമ്പോൾ മിക്സിയിലോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. അരയ്ക്കുന്നത് പിന്നെ ആരാന്ന് അറിയാലോ നിങ്ങൾക്ക്. ഞാനാണ്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇളക്കി അപ്പുറത്തെ ഒന്നും ഗ്യാസ് ഓണാക്കാത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്കൊരു ചട്ടി ഇതുണ്ടോ വന്നിട്ട് നല്ല ചൂടാട്ടോ കൂട്ടാരെ. കണ്ടോ നല്ല രീതിയിലിരുന്ന് നല്ല ബ്രൗൺ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ച തേങ്ങ. പിന്നെ വേറൊന്നുമില്ല ഗൈസ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ്. ഇന്നാണ് ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ആ സമയം കൊണ്ട് ചൂടാവട്ടെ. നമ്മുടെ ഈ സ്റ്റീൽ എന്തോ പറയുന്നത് ഇതിൻ്റെ പേര് അലൂമിനിയം ചീനച്ചട്ടി ആകുമ്പോൾ വേഗം അങ്ങ് ചൂടാവും. അപ്പോൾ ഇത് കണ്ടോ, ഈ ചട്ടി ആകുമ്പോൾ പയ്യേ ഇത് ചൂടാവത്തുള്ളൂ. വേറെന്തോ നിങ്ങളോട് കലബിലൊക്കെ നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അവരുടെ പേര് പറയണം. കൊച്ചു പിള്ളേരാണെങ്കിൽ, കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവരുടെ പേരോട് പറയാവേ കേട്ടോ. ഇപ്പം രാവിലെ ആണ്ടേ ഇവിടെ തക്കാളി അരിയുന്നുണ്ടേ.
തക്കാളി ഇവിടെ എനിക്ക് തക്കാളി അരിഞ്ഞാൽ ശരിയാകത്തില്ല. തക്കാളി അതുകൊണ്ട് അമ്മയാണ് തക്കാളി ഇല്ലാതെ അരിയുന്നുണ്ടോ. ഇതൊക്കെ അരിഞ്ഞ എൻ്റെ കൈ മുറിഞ്ഞാൻ. അപ്പം അവിടെ തക്കാളി അരിഞ്ഞ് അവിടെ നിൽക്കട്ടെ. ഇവിടെ തന്നെ ഇവിടെ ചട്ടി ഇവിടെ ചൂടാവുന്നുണ്ട്. കുറേ മിനിറ്റ് എടുക്കും. അപ്പത്തേക്ക് വേണ്ടി നമുക്ക് വീഡിയോ ഒന്ന് കട്ട് ചെയ്യുവാണ്. നിങ്ങൾ എന്തിനാണ് വെറുതെ ബോൾ അടിപ്പിക്കുന്നത്? ഓക്കെ, ചട്ടി ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിക്കണം. ഇച്ചിരി ഒഴിക്കേ മതി. ഇപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകും. ചൂടാൻ ചട്ടിയിലാകുമ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ വേറെ കടുക് എടുത്തിടും. ഇച്ചിരി ഇട്ട് കടുക്. കടുകൊക്കെ ഇട്ട് കേട്ടോ. ഞാൻ കുറച്ച് കേട്ടോളൂ, എനിക്ക് പേടിയായുണ്ട്. ഇനി പൊട്ടുമ്പോൾ ഞാൻ മാറി. എണ്ണ നല്ലതായിട്ട് ചൂടായെങ്കിലേ കടുക് ഇതാകത്തുള്ളൂ, പെട്ടെന്ന് പൊട്ടത്തുള്ളൂ. നേരെ വെക്കും. എടുക്കുന്ന ഏത് സാധനം എടുത്താലും അതുപോലെ അടുക്കി വെക്കണം. പറയുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കടുക് പൊട്ടിയുമ്പോൾ കരിവേപ്പില ഇടും. വാറ്റൽമുളക് വേണ്ട, വറ്റൽമുളകില്ല. കരിവേപ്പില മാത്രമേ ഇടാവുള്ളൂ. എന്നിട്ട് മറ്റുള്ള പച്ചക്കറി എടുത്തിട്. കരിവേപ്പില ഇടാം. പച്ചക്കറി ഇടത് ചരിച്ച് എല്ലാം ചെയ്ത് പഠിക്കുന്നത് ഇങ്ങനെയാന്ന്. നമുക്ക് പച്ചക്കറി എല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം. എന്തൊക്കെയാണെന്നറിയാം പച്ചക്കറിയൊക്കെ? നമ്മുടെ കിഴങ്ങ്, ഉള്ളി, പച്ചമുളക്, കരിയാപ്പല ഇട്ടായിരുന്നു. പിന്നെ വേറെ എന്തോ അതിനകത്ത് കിടക്കുന്നത്? മുരിങ്ങക്ക. പിന്നെ വേറെ എന്തുവാ? പടവലങ്ങ. എല്ലാം കൂടെ എല്ലാം ശരിച്ചിട്ടുള്ള കൂട്ട് തീയല പച്ചക്കറി ഐറ്റങ്ങൾ ഓരോന്നും ഇട്ട്. കുറച്ച് കടുക് പൊട്ടുന്നതിന്റെ പേര് മാറി കേട്ട് കൂട്ടാറ്. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ കടുവും വെളിച്ചെണ്ണയെല്ലാം കരിയപ്പലയിലും ഇട്ട് കൊടുത്ത് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഓണം ആക്കണം. ഇത് അവരുടെ അപ്പൂപ്പൻ്റെ അമ്മ പഠിപ്പിച്ച തീയല എണ്ണ. അത് എൻ്റെ കൊച്ചുമോളെ കൂടെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അവർ എല്ലാ ഇതും കൂടെ ഇട്ട് അവർ തീയൽ വയ്ക്കും. എല്ലാ കഷ്ണങ്ങളൊക്കെ ചേർത്ത് തീയൽ വയ്ക്കും. അങ്ങനെ പഠിച്ചതാണ് ഞാനല്ലാതെ ഉള്ളിത്തീയലൊക്കെ വെക്കത്തുള്ളായിരുന്നു. ഇപ്പം ഇതെല്ലാം ഇട്ട് ഇങ്ങനെ തീയൽ വെച്ച് പഠിച്ചതുകൊണ്ട് ഇനി എൻ്റെ കൊച്ചുമോളും കൂടി ഇത് പഠിക്കട്ടെ. അതിന് വേണ്ടി നമ്മൾ 2 തക്കാളി ചേർത്തിട്ട് പിന്നെ ഒരു ശകല കൈപ്പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലേ? നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം നല്ല ഇതായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല ഓണം ഇളക്കി അതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. നല്ല ഓണം ഒന്ന് ആക്കി കൊടുക്കാം. ചട്ടി എവിടെയായിരുന്നു? ചട്ടി വെക്കുമ്പോഴായിരിക്കും അതിന് നല്ല ടേസ്റ്റ് കൂടുതലാവുന്നത് കേട്ടോ. ചീനച്ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റേ കാണുള്ളൂ. പക്ഷെ ചട്ടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ടുകാർ. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നത്. ചട്ടി വെക്കുന്ന വീഡിയോ കേട്ടോ എല്ലാവരും വൈറലാക്കണം. എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് വൈറലാക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ആണെങ്കിൽ വൈറലാക്കണം കേട്ടോ. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസ് കളിച്ചായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? അത് ആരും ലൈക്കൊന്നും അടിച്ചിട്ടില്ല. കുറച്ച് പേരൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാറ്.
ചട്ടി വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ നല്ല വേറെ ലെവലായിരിക്കും നമ്മുടെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ്. ചീനച്ചട്ടി വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും വരത്തില്ല. മീൻകറിയൊക്കെ വെച്ചാൽ ചീനച്ചട്ടിയിലൊക്കെ വെച്ചാൽ എന്തോ പോലെ ഇരിക്കും, തിന്നാനൊരു ടേസ്റ്റ് പോലും കാണത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഈ ചട്ടിയാശാൻ. ഇതില്ലെങ്കിൽ നമ്മുടെ ഒരു കറിയും ശരിയാവത്തില്ല കേട്ടോ. അവിടെ ഈ ചട്ടി ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കറിയും ഒരു രുചി കാണത്തില്ല. ചട്ടി ഉണ്ടെങ്കിലും എൻ്റെ പോനെ സെറ്റ് സാധനമായിരിക്കും. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് കണ്ടോ, അപ്പത്തൊക്കെ കണ്ടോ, നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടു. ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയും കൊടു. ചട്ടിയിലാകുമ്പോൾ കണ്ടില്ലേ, എല്ലാവരും ചട്ടി ഇപ്പോൾ മീൻകറി വെച്ചാൽ അത് മീൻകറി തീരുമ്പോൾ ആ ചട്ടിക്കകത്തിട്ട് ചോറ് തിന്നത്തില്ല. ആ ചട്ടിയുടെ രുചി കൊണ്ടല്ല, നമ്മുടെ കൈപ്പുണ്യത്തിൻ്റെ ഒന്നും കൊണ്ടല്ല, ആ ചട്ടിയുടെ മൺചട്ടിയുടെ ഇതിൻ്റെ അതുകൊണ്ടാണ് അത് ടേസ്റ്റ് വരുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴന്ന് വരണം. വഴന്നല്ല, ഒന്ന് ഇളക്കി കൊടുക്കാം. എന്തൊക്കെയാ പറയുന്നത്. ഇവിടെ നമ്മുടെ മറ്റേ ആശാനോട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ ഇരിക്കുന്ന നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് കുറച്ചിട്ടോ ഇതൊന്ന് ചെയ്തത്. വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. തീയൽ സിമ്പിളാട്ടോ വെക്കാൻ. പിന്നെ മുരിങ്ങയിലക്കറി, ഞാൻ ഈ മുരിങ്ങയിലക്കറിയുടെ വീഡിയോ ഇടാവേ. അത് ഞാൻ വെക്കുന്ന റെസിപ്പിയുടെയാണ് കേട്ടോ. ഞാൻ നാളെ ഇട്ട് തരാം നിങ്ങൾക്ക്. നല്ല പോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഉള്ളി ഇതൊക്കെ ഒന്ന് വഴന്ന് വരുന്നോളം വരാം. അപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, വെറുതെ ഒന്ന് ചാനലിൽ നിന്ന് ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ഗൈസ് ഇതുകൊണ്ടേ നല്ലോണം ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. അവിടെ ഈ പച്ചമുളകൊക്കെ കണ്ടോ, അതൊക്കെ അതിൽ കിടക്കട്ടല്ലേ. നമ്മുടെ ചട്ടിയിൽ ഈ ആശാനൊന്ന് വഴത്തി വരട്ടെ. വഴത്തി വരുമ്പോൾ നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റും. ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. വീഡിയോ ഒന്ന് ആണ്ടെ വീഡിയോ ഓണാക്കി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ അമ്മ ഇളക്കുന്നു. ഇത്ര നേരം ഞാൻ ഇളക്കിയത്. ഇങ്ങനൊന്നും അല്ല ഇളക്കുന്നത് കേട്ടോ. ചെവിടൊക്കെ ചേർത്ത് ഇളക്കണം കേട്ടോ. ചെയ്യുന്ന ജോലികളൊക്കെ നല്ലതായിട്ട് ചെയ്ത് പഠിക്കണം പിള്ളേര്. ഇത്ര നേരം ഞാൻ അമ്മയെ കാണിച്ചില്ലല്ലേ, അമ്മയൊന്ന് കാണിച്ചേക്കാം. ആണ്ടേ ഇങ്ങോട്ട് നോക്കേ. അങ്ങോട്ട് ഫോണിൽ ലൈറ്റ് കിടക്കും, കണ്ണിലോട്ട് അടിക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം, ഇളക്കാം. വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അവിടെ കണ്ടോ, നമുക്കൊന്ന് അടപ്പ് വെച്ചിട്ട് അടപ്പ് തിരിച്ചടച്ച് വെച്ചിട്ടുണ്ട്. മറ്റേതിൻ്റെ ചൂട് മാറി പ്ലഗ് ചാലോട്ടിട്ടൊന്ന് അരച്ചിട്ട് പിന്നെ ഞാനില്ലേ അതുകൊണ്ട് വലിയ കാര്യമൊന്നും പറയുന്നത് കണ്ട. അതിൻ്റെ ചൂടൊക്കെ നല്ല സൂപ്പറായിട്ട് മാറിയിട്ടുണ്ട്. മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നുവെച്ചാൽ അതൊന്ന് അരച്ച് വരുമ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ആശാൻ.
കണ്ടോ? ഇങ്ങനെ അടച്ചു വെക്കാം. അടച്ചിട്ട് അടച്ചു വെക്കാം. വെക്കാൻ വേണ്ടി വെച്ചിട്ട് ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഓണാക്കിയിട്ട് അരയ്ക്കാം. തുറന്നു നോക്കാം. ആര് പറഞ്ഞു? കറക്ക്. ഞാൻ എടുക്കാം. പിന്നെ പറയുന്നത് എടുക്കുന്നതിനൊരിത് വേണ്ടേ? അത് ഒടിഞ്ഞതിനകത്ത് പോകുമോ? ഇല്ലേ, വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ കരക്കട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണം. നമുക്ക് ഒന്നുകൂടെ അരയ്ക്കണം വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. വേണ്ട വെള്ളം ഒഴിച്ച് വരുന്നുണ്ട്. ഇത് അരയ്ക്കാം. ഞാൻ വെച്ച് തരാം. ഒന്നും ചെയ്ത് പഠിക്കുന്നതല്ലേ ഉള്ളൂ. നീ ഇത്ര വെപ്രാളം പിടിക്കുന്ന എന്തിനാ? ചെയ്തു തരത്തില്ലേ പഠിക്കണമെന്നും പറഞ്ഞ്? തുറന്ന് നോക്ക. അടപ്പ് തുറന്ന് നോക്കേ. ഒന്നുകൂടെ അരയാനുണ്ടെന്ന് തോന്നുന്നു. മറ്റേ കൈ, ഈ കൈ മേളി പിടിക്ക്. മതി. ഇനി ഇത് ഇതാക്കി വരും. അവിടെ ഇത് ഓഫ് ചെയ്യും. പിന്നെ വെക്ക. ഹലോ ഗായ്സ്, അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. നമ്മുടെ മുഖമൊക്കെ നമ്മളൊന്ന് കാണിക്കണം. അപ്പം അത് ഞാൻ എൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. നിങ്ങൾ ആരൊക്കെ കാണുന്നത് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ, എനിക്കറിയാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോ 1755 പേര് കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ടും ലൈക്കും ഒക്കെ ചെയ്യണം. നമുക്ക് അത് നോക്കാം. വേണ്ട നല്ലോണം വെന്ത് വന്നു. നല്ലവണ്ണം അത് വെന്ത് വന്നിട്ടുണ്ട്. കിഴങ്ങും ഒക്കെ നല്ലവണ്ണം വെന്ത് വന്ന് ആ മുരിങ്ങയൊക്കെ അതിലോട്ട് നമ്മൾ നല്ലോണം തളതളപ്പോടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെന്താ, നിങ്ങൾക്ക് പ്രശ്നം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളുടെ എൻ്റെ ഒരു ഇങ്ങനെ കൈ തിന്നുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു.
അത് ഒരു 1755 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഞങ്ങളുടെ എല്ലാ വീഡിയോയും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങോട്ട് നോക്ക്, ഇതവിടെ അരപ്പിടാൻ പോവാ കേട്ടോ. കിഴങ്ങും ഇതെല്ലാം വെന്ത് വന്നപ്പോൾ അരപ്പിട്ട് കൊടുത്തു. അരപ്പൊക്കെ നല്ലവണ്ണം ഇട്ട് കൊടുത്തു കേട്ടോ. നല്ലോണം അരഞ്ഞൊക്കെ വന്നപ്പോൾ അരപ്പിട്ടിട്ട് വന്നു. നിങ്ങൾക്ക് ഈ ഞങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യണേ. ഞങ്ങളുടെ ഈ തീയൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അമ്മയുടെ അമ്മായിയമ്മ പഠിപ്പിച്ചു കൊടുത്ത ഒരു റെസിപ്പി ആട്ടോ ഇത്. ഈ റെസിപ്പി എങ്ങനെയുണ്ട്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അരിപ്പ് ചേർത്തോണ്ടിരിക്കുവാണ്. നല്ലവണ്ണം അരപ്പൊക്കെ വെന്ത് പറ്റട്ടെ. നമുക്കൊന്ന് വീഡിയോ ഓഫ് ചെയ്യാം. മഴയും കാറ്റും ഒക്കെ ആയി. എല്ലാരും ഡാൻസും തിരുവാതിരയൊക്കെ ആയിട്ട് തെണ്ണയ്ക്ക് നടക്കുക. ഞാൻ കണ്ടോണ്ടിത് വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പൊ കാറ്റും മഴയെന്ന് പറയുമ്പോഴാണ് ഇവിടൊക്കെ ഒത്തിരി ഞങ്ങളുടെ വീട്ടില് ഡാൻസുകാരാ ഇത്. ഇതൊക്കെയാ ജോലി ഇവർക്ക്. നല്ല കാറ്റും കാറ്റും മഴയെന്ന് പറയുമ്പോഴാണ് സോറി, ഞാൻ അപ്പോൾ പിന്നെ വേറെ ഇപ്പൊ ഇവന്മാര് ഞങ്ങൾ അവിടെ തളച്ചോണ്ടിരിക്കാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവന്മാര് വന്നു. ഇപ്പൊ താണ്ടി വന്നു അവിടെ ഇഷ്ടംപോലെ മാങ്ങ കിടക്കുന്നു. അപ്പൊ അതൊക്കെ പോയി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. കറി വെക്കുന്നിടയ്ക്കുള്ള ഡാൻസാണ് ഇത് കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടോണം. തീയൽ വെക്കുന്ന ഡാൻസാണ്.